ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന സമയത്തെ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ നോക്കി സമയത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് വെച്ച 2 പൊറോട്ടയും അതുപോലെ തന്നെ കുറച്ച് ചിക്കനും വേണ്ട കണ്ടത്. അപ്പോൾ പിന്നെ അത് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് വേണം, പിന്നെ ഒരു സവാള, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, 2 പൊറോട്ട, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും കൂടി വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് വറുത്ത് കോരാനായിട്ടൊക്കെ പറ്റും കേട്ടോ. പെട്ടെന്ന് നല്ല മസാല കാര്യങ്ങളൊക്കെ പെട്ടെന്നായിട്ട് പിടിച്ച് കിട്ടും. നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസസ് ആക്കുമ്പോൾ കൂടുതൽ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കും കേട്ടോ. ഞാനത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. നമ്മൾ ചിക്കൻ അനുസരിച്ചാട്ടോ മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കനിലേക്ക്. നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടൊന്ന് ശാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ചിക്കനെല്ലാം പതിയെ പതിയെ പെറുക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഫ്രൈ പാനിൽ ചട്ടിയാകുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടെടുക്കാനായിട്ട് പറ്റും. അടിയിലൊന്നും പിടിക്കില്ലല്ലോ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ ആവുന്നൊരു സമയം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പഞ്ഞൊന്നും നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താലാണ് ഒന്നുകൂടി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് വേണം കേട്ടോ. അതായത് ചായൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. എന്നാലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വറുത്തതും പൊരിച്ചതും നമുക്ക് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ അത്ര തന്നെ അതിൽ ഓരോ കെമിക്കൽസും ആഡ് ആവില്ലല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാട്ടോ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് കെമിക്കൽസ് ഉദ്ദേശിച്ച് ഈ എല്ലാവരും പറഞ്ഞൊക്കെ കടയിൽ നിന്നൊക്കെ പൊരിച്ച കടികളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ഓയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊറോട്ട ഒന്നുകൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ചെറുതാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ ചട്ടിയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് എണ്ണ ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കൂടുതൽ ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മാക്സിമം ഓയിൽ കണ്ടൊക്കെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പൊറോട്ടയിലൊക്കെ കൂടുതലായിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഓയിലൊക്കെ കുറച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അത് തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് കേട്ടോ. അതിൻ്റെ ഒരു കുത്തൽ നമുക്ക് ഉണ്ടാവരുത്, ആ ടേസ്റ്റ് ഉണ്ടാവും വേണം. ആ രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നല്ല ഉള്ളിയാണെങ്കിൽ നന്നായിട്ട് വഴണ്ട് വരാനും പാടില്ല, നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ കഴിക്കുമ്പോൾ.
നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ തക്കാളി സോസൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ഒരു ടെൻഡൻസി കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മുളകും പൊടി, അതായത് കാശ്മീരി മുളകും പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോകണം. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് വറ്റി വരുന്ന സമയത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്കൊരു ചായയും കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മസാല ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ഇഞ്ചിയും 2 കറുവപ്പട്ടയും അതുപോലെ തന്നെ 2 ഏലക്കയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് ഇങ്ങനത്തെ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ പാത്രത്തിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നാൽ അതിൻ്റെ നീരൊക്കെ അതിൽ തന്നെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുക. ഇതാകുമ്പോൾ വേറൊരു പാത്രം നമുക്ക് മെനക്കെടുത്തും വേണ്ട. അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. സാധാരണ പാലൊക്കെ ഉള്ളവർക്ക് പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കാറ്. പക്ഷേ എൻ്റെ അടുത്ത് പാലില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ. ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കേട്ടോ. അതിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിൽ വരണം. അത്രയും സമയം നമ്മളൊന്ന് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തിളക്കണം. അപ്പോൾ നമ്മൾ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാല് തിളച്ച് പൊന്തും പോലെ നന്നായിട്ട് തിളച്ച് പൊന്തും. അപ്പോൾ അതൊന്ന് താഴ്ന്നു വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അതിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. കാരണം ചായപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വരണം. അതിലുള്ള എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോഴാണ് ആ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പാലില്ലാത്തതുകൊണ്ട് കുറച്ച് പാൽപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മധുരമില്ലാതെയാണ് കേട്ടോ ചായ കുടിക്കുക, അതുകൊണ്ട് ഞാൻ മധുരമൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചായ നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ. ഈ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കൊത്തു പൊറോട്ട നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.